ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിൽ ഭേദഗതി വരുത്തിയ ഉത്തരവ് ഗതാഗത വകുപ്പ് പുറത്തിറക്കി. പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30-ൽ നിന്ന് 40 ഉയർത്തി. 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ 6 മാസം സാവകാശം നൽകി. സമരവുമായി മുന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കാൻ CITU ഇന്ന് വൈകിട്ട് 3 മണിക്ക് യോഗം ചേരും. അഷിൻ ഡിയാഗോ വിശദാംശങ്ങളുമായി. അഷിൻ, പരിഷ്കാരം 30-ൽ നിന്ന് 40 പക്ഷേ CITU വഴങ്ങുമോ? നികേഷ്, എന്തായാലും കടുംപിടുത്തത്തിൽ നിന്ന് ഒരു അയവ് സംഭവിച്ചിരിക്കുന്നു. ഗതാഗത വകുപ്പ് പുതിയ സർക്കുലർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. അതായത് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ടെസ്റ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. നേരത്തെ പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30 നിജപ്പെടുത്തിയിരുന്നു. ഇത് 40 ഉയർത്തിയിട്ടുണ്ട്. കാരണം കടുത്ത പ്രതിഷേധമാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിവിധ ജില്ലകളിൽ ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇളവ് വരുത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും പ്രതിദിന ടെസ്റ്റുകളുടെ എണ്ണം 30-ൽ നിന്നും 40 വർദ്ധിച്ചിട്ടുണ്ട്. ഈ 40 വർദ്ധിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം 25 പുതുതായി ടെസ്റ്റിന് വരുന്ന 25 പേർക്കും 15 പഴയ ആളുകൾക്കും ഫെയിലായ ആളുകൾക്കും 5 പേർ വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്ന 5 പേർക്കുമാണ് ഇത്തരത്തിൽ ഈ ടെസ്റ്റ് ദിവസം രാവിലെ എത്തേണ്ടത്. മാത്രമല്ല ഈ വാഹനങ്ങളുടെ ഒരു കാര്യത്തിലും ഇളവ് നൽകിയിട്ടുണ്ട്. ഈ 15 വർഷം പഴക്കമുള്ള വാഹനങ്ങൾ ഉടനടി മാറ്റണമെന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിന് 6 മാസത്തെ സമയം നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഈ വാഹനങ്ങളിൽ ഈ ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ഡാഷ് ക്യാം അടക്കമുള്ളവ സെറ്റ് ചെയ്യുന്നതിനായി 3 മാസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായ ഒരു പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു ഇത്തരത്തിൽ തീരുമാനം എടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ടെസ്റ്റ് ഇപ്പോഴും തുടരും. റോഡ് ടെസ്റ്റിന് ശേഷമായിരിക്കും ഈ ടെസ്റ്റ്. മാത്രമല്ല ഈ പുതിയ സംവിധാനങ്ങളോട് കൂടിയുള്ള ടെസ്റ്റ് പരിഷ്കരണത്തിന് വേണ്ടിയിട്ടുള്ള ഈ ടെസ്റ്റിംഗ് ട്രാക്കുകൾ തയ്യാറായിട്ടില്ല. ഇത് ഉടനെ തന്നെ തയ്യാറാക്കണമെന്നും ഈ ഒരു ഉത്തരവിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് വിഷയം വീണ്ടും CITU ഇന്ന് ചർച്ച ചെയ്യും. പ്രതിഷേധവുമായി മുന്നോട്ട് പോകണോ, തുടരണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ ഇന്ന് CITU ഒരു ചർച്ച നടത്തും. 3 മണിക്കാണ് ഇവരുടെ ഈ ഒരു ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനുശേഷം സമരവുമായി മുന്നോട്ട് പോകണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കും. നികേഷ്.